Ladies and gentlemen, this is Adarsh and welcome to My Gonadi. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ ആ സീരീസ് അല്ല, അതിന്റെ ഒപ്പം തന്നെ OTT റിലീസ് ചെയ്തൊരു സിനിമയുണ്ട്. ഡയറക്റ്റ് OTT റിലീസ് ചെയ്തൊരു സിനിമ. നമ്മുടെ നായിക ആളൊരു ലെസ്ബിയൻ ആണ്. ആളൊരു ഭയങ്കര ഫേമസ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ദ ബെസ്റ്റ് ഇൻ ടൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ലെസ്ബിയൻ ആണെങ്കിൽ കൂടെ ഒരു ലെസ്ബിയൻ പാർട്ട്ണർ ഉണ്ടാവുമല്ലോ. അവരൊരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നു. ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കുന്നു. ആ സമയത്താണ് ഒരു ലോഡ് കംപ്ലൈന്റ്സ് വരുന്നത്. ഈ ഗൈനക്കോളജിസ്റ്റ് ഒരു സെക്ഷുവൽ പ്രിഡേറ്റർ ആണ്, ഈ പേഷ്യൻസിനൊക്കെ സെക്ഷുവലി യൂസ് ചെയ്യുന്നുണ്ട്, സെക്ഷുവലി ഹരാസ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് ഇത്രയും കംപ്ലൈന്റ് വന്നുകൊണ്ട് അഡോപ്ഷൻ പരിപാടി ഒന്നും നടക്കുന്നില്ല. പിന്നെ ഈ കംപ്ലൈന്റ്സ് ട്രൂ ആണോ ഫോൾസ് ആണോ ഇത് പറയുന്ന ഒരു സിനിമയാണ് അക്യൂസ്ഡ്. നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത പടമാണ്. കോണ സെൻ ശർമ്മ ചേച്ചിയുടെ പടമാണ് അക്യൂസ്ഡ്. സോ ചേച്ചിയുടെ ഞാൻ ഓൾറെഡി ഒരു സീരീസ് ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, സെർച്ച് ദ നൈന മർഡർ കേസ്. സോ അത് കാണാനുള്ള റീസൺ അതിന്റെ പോസ്റ്ററാണ്. അതിന്റെ പോസ്റ്റർ ഭയങ്കര ക്യാച്ചി ആയിരുന്നു. ഒരു ലോഡ് എപ്പിസോഡ് ഉണ്ട്. അതിന്റെ ഡ്യൂറേഷൻ പറയുന്ന 1 മണിക്കൂറോളം ഉണ്ട്. എന്നിട്ട് പറയാണ് കില്ലറെ സെക്കൻഡ് സീസണിൽ കാണിക്കാന്ന്. കണ്ണിച്ചോര ഒരു തുള്ളി ഉണ്ട് നിങ്ങൾക്ക്. എന്ന സെർച്ച് എന്ന പെട്ടത്തേങ്ങയ്ക്ക് ശേഷം കൊണകൊണ ചേച്ചിയുടെ അടുത്ത പെട്ടത്തേങ്ങയാണ് നമ്മുടെ അക്യൂസ്ഡ്. സോ ഈ സിനിമ 1.25 മണിക്കൂറേ ഉള്ളൂ. 1.5 മണിക്കൂർ ഈ പടം നൈസാണ്. നൈസ് പറഞ്ഞാൽ ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പടം. അവസാന 15 മിനിറ്റ് നമ്മൾ പറയല്ലോ അന്ത്യോളം വെള്ളം കോരിയിട്ട് കല ഇട്ട് ഉടച്ചു, അതാണ് സംഭവം. സോ ഇത്ര കംപ്ലൈന്റ്സും അല്ലെങ്കിൽ അലിഗേഷൻസ് ഒക്കെ വരാൻ ഒരു റീസൺ അല്ലെങ്കിൽ ഒരു മോട്ടീവ് ഉണ്ടാവല്ലോ, അതുണ്ട്. അയ്യേ, ഈ LKG കുട്ടികള് റബ്ബർ കാണാനില്ല, കട്ടർ കാണാനില്ല കംപ്ലൈന്റ് കൊടുക്കില്ലേ, ഇതിലും കിടുവാണ്. ഇത് അച്ഛേന്ന് പറയും നമ്മള്. അങ്ങനത്തെ ഒരു മോട്ടീവാണ് കാണിക്കുന്നത്. അതില് സകലമാന ത്രില്ലും പോയി, സകലമാന പരിപാടികളും തീർന്നു. ദാറ്റ് വാസ് ടു ചൈൽഡിഷ്. ടു പറഞ്ഞാൽ ടു ചൈൽഡിഷ്. അയ്യേ, 1.25 മണിക്കൂറിന്റെ പടത്തിൽ 1.5 മണിക്കൂർ വരെ നൈസ്, ബാക്കി കൊണ്ട് തൊലിച്ചു. ആൻഡ് ഇതിലൊരു ലോഡ് കിടുകാസ്റ്റ് ഉണ്ട്. കൊണകൊണ ചേച്ചി, പിന്നെ ഈ EMയുടെ മറ്റേ ലെസ്ബിയൻ പാർട്ട്ണർ, അവര് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഇവര് മറ്റേ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഹയർ ചെയ്യും, ആള് കിടുവായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. വേറെ ഹോസ്പിറ്റലുകാർ ഒരു ഡിറ്റക്റ്റീവിനെ വെക്കും, ആള് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് വൈസ് എല്ലാവരും കിടുവായിരുന്നു. എന്നാ അവസാനം കൊണ്ട് തൊലിച്ചു. വാട്ട്സ് എ പർപ്പസ് ഓഫ് ദിസ് ഫിലിം അത് ചോദിച്ചാൽ അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തിന് ഇങ്ങനത്തെ ഒരു പെട്ട തേങ്ങ ഇറക്കി എന്നുള്ളത് അറിയില്ല. മേ ബി പ്രൊഡ്യൂസർക്ക് ഒരു ലോഡ് പൈസ ഉണ്ടാവും, എങ്ങനെയെങ്കിലും പൈസ കളയണം, അതുകൊണ്ട് ഇറക്കിയിട്ടുണ്ടാവും. അല്ലാതെ ഒന്നുമില്ല ഇതില്. ഇത് എത്ര വട്ടം വന്നിട്ടുണ്ട്. ഇത് മറ്റേ ഈ ബിഗിനേഴ്സ് എടുക്കില്ലേ സിനിമ, അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. സോ പെർഫോമൻസ് വൈസ് എവറിബഡി വാസ് നൈസ്. കൊണകൊണ ചേച്ചി ഇതിലൊരു നടത്തം നടക്കുന്നുണ്ട്. അത് ആ ഒരു സ്റ്റൈല് പിടിച്ചതാണോ അതോ ഇനി അങ്ങനെ ആയതാണെന്ന് അറിയില്ല, കണ്ടാ ചിരി വരും. പെർഫോമൻസ് വൈസ് ഒക്കെ നൈസ് ആയിരുന്നു. ആ ഒരു നടത്തം കണ്ട അപ്പച്ചിരി വരും. ആൻഡ് ആളുടെ ലെസ്ബിയൻ പാർട്ട്ണർ അതിലേറെ കിടുവാണ്, നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ ആ കൊച്ചു വേറെ ഏതോ ആള്, മേക്കപ്പ് ഇട്ട് ആ കൊച്ചു വേറെ ഏതോ ആള്. ഈ കൊച്ചു ലെസ്ബിയൻ ആണ് അറിഞ്ഞിട്ടും ഇവളെ പ്രേമിക്കുന്ന വേറൊരു ഡോക്ടർ ഉണ്ട്. മോനെ, നിനക്ക് MBBS തപാൽ മാർഗം തന്നെയാണോ കിട്ടിയത്? അല്ല, അറിയാൻ ചോദിക്കുകയാണ്. അയ്യേ, പിന്നെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ട് അഭിനയിച്ച ആള്, ഹി വാസ് ഓൾസോ നൈസ്. പക്ഷെ അവർക്കൊന്നും പിന്നീട് റോൾ ഇല്ലാതായി. ഈ കൊണകൊണ ചേച്ചിയുടെ കുറെ കൊണകൊണ തരങ്ങൾ കാണാനേ ഉള്ളൂ. ടു മീ പേഴ്സണലി ദിസ് ഈസ് എ ബിലോ ആവറേജ് ഫിലിം. 1.5 മണിക്കൂർ വരെ നൈസ് ആയി തോന്നിയിട്ട് പിന്നെ കൊണ്ട് തൊലച്ചൊരു പടമാണ്. സോ വേണ്ടവർ കണ്ടു വെക്കുക. ദിസ് മൂവി ഈസ് അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ്. എല്ലാ ലാംഗ്വേജും ഉണ്ട്. തമിഴ്, തെലുങ്കൊക്കെ ഉണ്ട്, മലയാളം ഇല്ല. റൈറ്റ് ഔട്ട്.